കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ പ്രതി ശശീന്ദ്രന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി 3 മാസത്തേക്കാണ് കാലാവധി നീട്ടിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടേതാണ് ഉത്തരവ്. ഇവരുമായി ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, 3 മാസത്തേക്ക് കൂടിയാണ് ഈ ഒരു നടപടിയുടെ കാലാവധി നീട്ടിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ പ്രതിയായ അറ്റൻഡർ MM ശശീന്ദ്രന്റെ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടിയിരിക്കുകയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു കാലാവധി നീട്ടിയിരിക്കുന്നത്. ഈ മാസം ഡിസംബർ 20 വരെയായിരുന്നു നിലവിൽ ശശീന്ദ്രന്റെ സസ്പെൻഷൻ കാലാവധി. സംഭവത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയാവാത്തതിനാലും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും തീരുമാനം വരാത്തതിനാലുമാണ് ഇപ്പോൾ ശശീന്ദ്രന്റെ സസ്പെൻഷൻ കാലാവധി നിലവിൽ നീട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 2023 മാർച്ച് 18 കേസിന് ആസ്പദമായി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ശശീന്ദ്രനെതിരെയുള്ള കേസ്. അറസ്റ്റിലായ ശശീന്ദ്രനെ മാർച്ച് 20 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്ന ഒരു നടപടിയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ സസ്പെൻഷൻ കാലാവധിയാണ് ഈ മാസം 20-ാം തീയതി അവസാനിച്ചത്. ഈ കാലാവധി 3 മാസത്തേക്ക് കൂടി നിലവിൽ നീട്ടി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് KP. ദിഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.